ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. പതിവ് പോലെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. നമ്മുടെ തുണികളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എത്രക്കൊക്കെ തുണി ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇന്ന് ഈ കാണിക്കാൻ പോകുന്ന മെത്തേഡിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ കുറേ അധികം തുണികളൊക്കെ നമുക്ക് ഒതുക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷെൽഫ് ഇല്ലെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള ഫോം നെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടാറുള്ള ആ ഒരു നെറ്റാണ് കേട്ടോ. സാധാരണ ഇതുപോലുള്ള ഫോം നെറ്റ് ഒക്കെ, അതായത് കളർ ടൈപ്പ് ഒക്കെ വരുന്നത് നമ്മുടെ ആപ്പിളിന്റെ കൂടെയാണ്. അപ്പോൾ ഇതുപോലുള്ള നെറ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ചുരുട്ടിയെടുക്കണം. ഇനി നമുക്കിതാ ഇതുപോലെ പരമാവധി കട്ടി കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. പരമാവധി ടൈറ്റ് ആക്കിയിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടൊന്നും ഇല്ല. സാധാരണ നമുക്ക് എങ്ങനെയാണോ ഫോം നെറ്റ് ഇട്ടാറുള്ളത് അതേ രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുത്തു മാത്രം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു നൂൽക്കമ്പിയാണ്. ഈ ഒരു നൂൽക്കമ്പി വെച്ചിട്ട് ഞാൻ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ അടിഭാഗത്തായിട്ട് ഞാൻ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇപ്പൊ ഇത് നമുക്ക് നല്ലൊരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ നൂല് ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ഭാഗം കാണാതിരിക്കാനായിട്ട് ഞാൻ ഗ്രീൻ കളർ ടാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ അതിന്റെ താഴ്ഭാഗത്തുള്ള നൂൽക്കമ്പിയും നമുക്ക് മുഴുവനായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പൊ ഞാൻ ടാപ്പൊക്കെ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലീഫാണ്. ഈ ഒരു ലീഫ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ ലീഫൊക്കെ. ഇനി നമുക്ക് ഈ ഒരു ലീഫിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവർ ഒന്ന് വെച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് കുറെ അധികം ഫ്ലവർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം എന്റെ കയ്യിൽ ഒരു ഫോം നെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഒന്ന് മാത്രം വെച്ച് കാണിച്ചത് കേട്ടോ. അപ്പൊ ഇതുപോലെ കുറച്ചധികം ഫോം നെറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്ലവർ വേസിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് അരിച്ചാക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ചാക്കൊക്കെ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കാണും. അപ്പോൾ ഇത്തരം ചാക്കൊക്കെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തിയെടുക്കാൻ നോക്കാം. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് തുണിയുടെ ടൈപ്പാണ്. നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിന്റെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു പാത്രം അതിന്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിന്റെ ഉൾഭാഗത്തായിട്ട് ഒന്ന് വിരിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഇതുപോലെ നമ്മുടെ പുറത്തൊക്കെ വെക്കുന്ന പച്ചക്കറികൾ ഉണ്ടാവല്ലോ, ചെറിയുള്ളി ആയാലും സവാള ആയാലും പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മൾ ഉള്ളി ആയാലും പിന്നെ അതുപോലെ തന്നെ സവാളയൊക്കെ ആയാലും ഇട്ടുവെക്കുന്ന പാത്രത്തിന്റെ അടിഭാഗത്തായിട്ട് പേപ്പറാണ് വിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് ഇതുപോലെ റൈസ് ബാഗ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറെ നാൾ നിൽക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ ട്രേ വൃത്തികേടാവുകയും ചെയ്യില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ അരിയുടെ ചാക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചാക്കിന്റെ രണ്ട് സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു ബാഗ് ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ആ ഒരു എഴുത്തിന്റെ ഭാഗം കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള രണ്ട് ഹാങ്ങർ ആണ്. ഈ ഒരു ഹാങ്ങർ പ്ലാസ്റ്റിക്കിന്റെ അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പ് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഹാങ്ങറും നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചാക്കിന്റെ രണ്ട് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഒരു സൈഡ് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ ഹാങ്ങറിന്റെ ഉള്ളിൽ കൂടി നമുക്ക് ചാക്കിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ ഗമ്മ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഗമ്മ വെച്ച് ഒട്ടിക്കുന്നതിനെക്കാളും കൂടുതൽ നല്ലത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ.
അങ്ങനെയാകുമ്പോൾ കുറെ നാൾ കേടുകൂടാതിരിക്കും. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത സൈഡ് ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാങ്ങറിന്റെ ഉള്ളിൽ കൂടി കടത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതായത് ഈ ഒരു ചാക്കിന്റെ കറക്റ്റ് സെന്ററിൽ വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഈ ഒരു ചാക്കിന്റെ രണ്ട് സൈഡ് ഓപ്പൺ ആണല്ലോ, അപ്പോൾ അതിന്റെ ഒരു സൈഡ് ഞാൻ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് വേറൊരു ചാക്കിന്റെ ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ചാക്ക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തുണിയോ മറ്റോ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് കട്ടിയുള്ള പഴയ ഏതെങ്കിലും തുണി എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഒരു സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് അടുത്ത സൈഡ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പൊ ഇത് രണ്ട് സൈഡും ഒട്ടിച്ചപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ അടിഭാഗം ഒട്ടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ഒരു കാർബോർഡിന്റെ ഭാഗത്ത് കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ചാക്കിന്റെ ഒരു സൈഡ് മൊത്തമായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നല്ലൊരു ഹാങ്ങിങ് ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒത്തിരി അധികം തുണികളൊക്കെ അടുക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് തൂക്കിയിടാനായിട്ട് ഏതെങ്കിലും കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലൊന്ന് ഹാങ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെൽഫ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഷെൽഫിന്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാനുള്ള സ്പേസ് കാണുമല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാവുന്നതാണ്. ഇപ്പൊ ഞാൻ എന്റെ ഷെൽഫിലായിട്ട് ഇതുപോലെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടും തുണികളൊക്കെ അടുക്കി വെക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇതിന്റെ അടിഭാഗത്തായിട്ട്, അതായത് ഇത് ഹാങ് ചെയ്തിട്ടത് കൊണ്ട് തന്നെ താഴ്ഭാഗത്ത് ഒത്തിരി സ്ഥലം കാണും. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗത്ത് കൂടി തുണികളൊക്കെ അടുക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ ഷെൽഫിൽ ഒത്തിരി സ്ഥലം ലാഭിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ തുണികൾ അടുക്കി വെക്കാൻ മാത്രം ഷെൽഫൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കർട്ടനൊക്കെ തൂക്കിയിടാനായിട്ട് ഇരുമ്പിന്റെ പൈപ്പ് അടിക്കുമല്ലോ, അതുപോലെ അടിച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് പഴയ ഡ്രസ്സൊക്കെ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അധികം വെയിറ്റ് ഉള്ള സാധനങ്ങൾ പോലും വെച്ച് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതായത് പഴയ ബുക്സ് ഒക്കെ ഉണ്ടാവില്ല, ആ ഒരു ബുക്സ് ഒക്കെ നമുക്ക് ഇതിലോട്ട് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ അടപ്പൊക്കെ പോലുള്ള ബോക്സ് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ കാണും അല്ലേ. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ വെറുതെ കളയാതെ നമുക്ക് നല്ലൊരു രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു കപ്പിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള പെയിന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ പെയിന്റ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ 4 സൈഡിലായിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള 4 ചരടാണ്. ഇപ്പൊ ഞാൻ ജൂട്ടിനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഓരോ ചരടും നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഹോളിനുള്ളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ 4 സൈഡിലായിട്ട് ചരടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൂട്ടിച്ചേർത്തിട്ട് അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഞാൻ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പാകത്തില് ഒരു ഹൂക്കിന്റെ രൂപത്തിൽ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പൊ ഇത് നമുക്ക് നല്ലൊരു ഹാങ്ങിങ് പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ചെടികളൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അടുക്കളയിൽ അടപ്പൊക്കെ പോയ അല്ലെങ്കിൽ പഴയതായ ബോട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വീടും ഗാർഡനൊക്കെ ഭംഗിയാക്കാനായിട്ട് ഇതുപോലുള്ള പഴയ ബോട്ടിൽ മാത്രം മതി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.